ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നല്ലേ, ഒരു 4 മണിക്ക് നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പലഹാരം നമുക്ക് ഉണ്ടാക്കിയാലോ. ഇത് ഞാൻ നമ്മുടെ അലൻസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണേ. ആ ചേട്ടൻ്റെ ഐറ്റംസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ ഇത് ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ ഇതിൽ വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. കുറച്ച് നല്ല പഴുത്ത പഴം വേണം, നല്ലപോലെ പഴുത്ത പഴം. അതുപോലെ നമുക്ക് കുറച്ച് റവ വേണം, പിന്നെ തേങ്ങ, പിന്നെ നെയ്യ്, പിന്നെ കുറച്ച് പഞ്ചസാര. അപ്പൊ നമുക്കിത് ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് ഈ തൊലി കളയാട്ടോ. പഴത്തിന്റെ നിറച്ച് ഉറുമ്പാണ്, എവിടെ തിരിഞ്ഞാലും ഉറുമ്പ്. പാത്രം വരെ വെച്ചാൽ എല്ലാത്തിനും ഉറുമ്പ് കയറും. നിങ്ങൾക്ക് അങ്ങനത്തെ ശല്യം ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? ഇവിടെ ഭയങ്കര ഉറുമ്പാട്ടോ, മഴയുടെയൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് ഈ പഴം പൊളിച്ചെടുത്തിട്ട് നല്ലപോലെ അരിഞ്ഞെടുക്കാവുന്ന പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സിമ്പിളാണ്, എന്നാൽ കുറച്ച് സമയം എടുക്കും. ഇതൊക്കെ അരിഞ്ഞൊക്കെ പിടിച്ച് നന്നാക്കൊക്കെ വേണമല്ലോ. പിന്നെ പഴം നമുക്ക് നന്നായിട്ട് പഴുത്തതെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇങ്ങനെ നമുക്കിങ്ങനെ ഒന്ന് അരിയാം. പിന്നെ ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാല് എനിക്ക് ഭയങ്കര സ്പീഡാണ് കേട്ടോ, ജോലികൾ ചെയ്യാനായിട്ട്. അത് നമ്മളങ്ങനെ ശരപടേന്ന് നമ്മൾ ചെയ്യും. പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞാലേ സമാധാനം കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കാര്യം. പല ആൾക്കാരും നമുക്കറിയാം, അവരെല്ലാം ഭയങ്കര സ്ലോ ആയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ നിങ്ങൾ അതിൽ ഏത് ആൾക്കാരാണെന്നൊന്ന് പറയണം കേട്ടോ. ഞാൻ ഭയങ്കര സ്പീഡിലായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ കയ്യോറ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് അരിയാൻ ഇച്ചിരി പേടിയാ. കയ്യോറ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അരിയാറ് കേട്ടോ. നമുക്ക് നമ്മുടെ ചട്ടി ആദ്യം അടുപ്പത്ത് വെക്കാം കേട്ടോ. തേങ്ങ നമുക്ക് കുറച്ച് കൂടുതൽ വേണേ. ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി. നമുക്കിനി അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങോട്ട എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട്. രണ്ടും താഴെ പോയിട്ടുണ്ട്, ശ്രദ്ധിക്കണ്ട, അതിൻ്റെ അല്ല. ഒന്ന് വരട്ടി നമ്മുടെ ഏത്തപ്പഴം ഇവിടെ ഒന്ന് ഇതാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതല്ലേ, ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാര ചേർത്തോട്ടോ. ഇച്ചിരി മധുരം വേണമല്ലോ. ഒരുപാട് അങ്ങനെ ഇടുന്നില്ല, ഇവിടെ പഞ്ചസാര ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മതി. കുഴഞ്ഞെന്നും പറഞ്ഞൊരു കുഴപ്പമില്ല കേട്ടോ, നമുക്ക് എന്തായാലും ഉരുട്ടാനുള്ളതാ ലാസ്റ്റ്. അപ്പൊ ഇതിങ്ങനെ കുഴഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തേങ്ങ ചിരണ്ടുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഒന്നും ഇങ്ങനെ പൊടിപൊടിയായിട്ട് ചിരണ്ടാൻ നോക്കിയാൽ മതി. ഇതുകൊണ്ട് ഞാൻ ചിരണ്ടിക്കുന്നുണ്ട്. അതുപോലെ എന്നിട്ട് ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ കുഴച്ച് എടുക്കുക. നല്ല മണം വരുന്നുണ്ടേ.
ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്ന ഉരുട്ടി എടുക്കുന്നതാന്ന് തോന്നുന്നു ഉന്നക്കായ. എന്നിട്ട് ബ്രെഡിന്റെ പൊടി മുക്കി അങ്ങനെയാണ് തോന്നുന്നു. ഉന്നക്കായ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അതുവരെ. ഇത് അതിന്റെ വേറൊരു പകർപ്പാണ്. പക്ഷെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, നമുക്കാണേലും കഴിക്കാം. അപ്പൊ ലാസ്റ്റ് നമ്മൾ ചേർക്കാൻ വന്നത് നമ്മുടെ റവയാണ്. റവ റോസ്റ്റഡ് റവയാണ് കേട്ടോ. ഇങ്ങനെയും കൂടെ നമ്മളിങ്ങനെ ഇളക്കി കുഴച്ച് നമ്മളെടുത്ത് മാറ്റി വെക്കണം. നിങ്ങളൊരു ഐഡിയയിൽ നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ റവയൊക്കെ. ഞാൻ അളവൊന്നും നോക്കാറില്ല. എന്റേതായ ഊഹത്തിന് ഞാൻ അങ്ങ് ഇടുന്നതാണ് കേട്ടോ. നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾ ചെയ്തിട്ടോളുക. ഈ 2 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ എന്നൊന്നും പറയാനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരു ഊഹാഭൂഹം വെച്ച് അങ്ങോട്ട് ചെയ്യും. അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് നല്ലപോലെ ഇങ്ങനെ കുഴച്ച് ശരിയാക്കാം. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഏലക്കപ്പൊടിയോ അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊന്നും ഇടുന്നില്ല. അപ്പൊ നമ്മുടെ ഐറ്റം ഇതാ ഇവിടെ തണുത്തു. ചെറുതായിട്ട് ചെറിയ ചൂടുണ്ട് കേട്ടോ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോ. അപ്പൊ അതിങ്ങനെ ഉരുട്ടിയിട്ട് നമുക്ക് ഉള്ളിൽ ചൂടുണ്ട്. ഇങ്ങനെ ഉരുട്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഞാൻ ഇതായി കുറച്ച് അത് തണുത്ത് കഴിയുമ്പോൾ നല്ല ബോൾ പോലെ ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ടേ. ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ പരിപാടിയാണേ. ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. നമ്മുടെ ചട്ടി ചൂടായിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. കാരണം ഓൾറെഡി ഇത് വെന്തതാണ്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി മാത്രമേ. നമുക്ക് അതിലേക്ക് നമ്മുടെ ബോൾസിനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോൾസ് ഇത് ഇവിടെ റെഡിയായി. നല്ല മുരിങ്ങേന്റെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ബ്രൗൺ നിറമൊക്കെ ആവണേ. ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂ ഇങ്ങനെ നിരത്തിയിട്ട് അതിലേക്ക് വെക്കാം. എന്റെ ടിഷ്യൂ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണേ, അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ പാത്രത്തിലേക്ക് ഇടുന്നത്. പിന്നെ അധികം ഓവറായിട്ട് എണ്ണ അങ്ങനെ കുടിക്കത്തൊന്നുമില്ല. കണ്ടില്ലേ, ഞാൻ ഒഴിച്ച എണ്ണ തന്നെ അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ബാക്കി കൂടി നമുക്ക് അതിലേക്ക് ഇടാം. അപ്പൊ നമ്മുടെ പലഹാരം ഇതാ റെഡി ആയിട്ടുണ്ട്. ബാക്കി കുറച്ചുകൂടെ ഉണ്ട്, അത് ഞാനിതിൽ മൂപ്പിക്കാൻ ഇട്ടേക്കാണേ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് കേട്ടോ. ഉണ്ടോ കൊള്ളാം. ഏകദേശം മധുരം കൂടി ആയാൽ സൂപ്പർ ആയിരുന്നേ. നമ്മൾ പഞ്ചസാര കുറച്ചിലിട്ടെ. നല്ല പഴുത്ത പഴമായിരിക്കണം കേട്ടോ, അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.